ഇപ്പോൾ മഴക്കാലമല്ലേ? ഈ സമയത്ത് പുതച്ചു കിടന്ന് സിനിമ കാണാൻ താല്പര്യമുള്ളവരാണ് നമ്മളിൽ പലരും. പ്രണയ സിനിമകൾ കാണാനായിരിക്കുമല്ലേ താല്പര്യം? എന്നാൽ ഇത് ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടാണ്. ഈ മഴയത്ത് കാണാൻ പറ്റിയ സൂപ്പർ ഹൊറർ മൂവിയാണ് പറയാൻ പോകുന്നത്. 2016 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ സിനിമയാണ് ദി വൈലിംഗ്. സമാധാനപൂർണമായ ഒരു ഗ്രാമത്തിൽ സംഭവിക്കുന്ന നിഗൂഢതകൾ, ഓരോ രക്തത്തുള്ളിയിലും അലിഞ്ഞു ചേർന്ന കൊലപാതകങ്ങളാണ്. ആ മരണങ്ങൾക്കെല്ലാം ഒരു പൊതുവായ സ്വഭാവം അതായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായ ജോക്കു പദവിയിലുള്ള ഒരാൾ സാമർഥ്യമുള്ള ആളല്ലായിരുന്നു. എന്നാൽ അപകടം തൻ്റെ കുടുംബത്തിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കേസ് അന്വേഷണം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് നടക്കുന്നതെല്ലാം ഒരു കെട്ടുകഥയായി തോന്നും. പുതുതായി ആ ഗ്രാമത്തിന്റെ അടുത്തുള്ള വനത്തിൽ താമസിക്കാൻ തുടങ്ങിയ ജാപ്പനീസ് വൃദ്ധൻ തൻ്റെ അഭിചാര കർമ്മങ്ങളിലൂടെ ആ ഗ്രാമത്തെ നശിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. ഒരു പോലീസുകാരന് ചെയ്യാവുന്നതിനപ്പുറം സങ്കീർണമായിരുന്നു അവിടെ നടക്കുന്ന സംഭവങ്ങൾ. അഭിചാര പ്രക്രിയകളിലൂടെ അപകടകരമായ സാഹചര്യങ്ങളിലൂടെ ആ ഗ്രാമം സഞ്ചരിക്കുമ്പോൾ വിധി അവർക്ക് നീക്കിവെച്ചിരിക്കുന്നത് എന്താണെന്നാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. 2018 പുറത്തിറങ്ങിയ ഒരു ഹിന്ദി സിനിമയാണ് തുമ്പാട്. ദേശഭേദമന്യേ പല രൂപത്തിലും ഭാവങ്ങളിലുമുള്ള കഥകൾ, പലതരം കഥകളിലൂടെയും കെട്ടിപ്പൊക്കിയ സംസ്കാരം, ഭൂതം, ചാത്തൻ, ഭീകരരൂപികൾ തുടങ്ങിയ വലിയൊരു ശ്രേണി തന്നെ കാണും. ചിലർക്കതിൽ ആരാധനാഭാവവും കാലാന്തരത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ആ ഒരു ശ്രേണിയിലേക്ക് വിശ്വസനീയമെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കഥയാണ് തുമ്പാട് എന്ന ചിത്രത്തിനുള്ളത്. ഹസ്തർ എന്ന സമൃദ്ധിയുടെ ദേവതയുടെ ആദ്യ മകനെ കുറിച്ച് ആരും കേൾക്കാനിടയില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു കഥയ്ക്കുള്ള സാധ്യതകൾ 3 തലമുറയോളം നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ മികച്ച ഒരു കഥയും സിനിമയും പിറവിയെടുക്കുകയായിരുന്നു. കഥയിലേക്ക് അധികം പോകാനൊന്നുമില്ലെങ്കിലും സിനിമയുടെ അവതരണ രീതിയാണ് മികച്ചത്. പ്രത്യേകിച്ചും VFXന് വേണ്ടി സിനിമ എടുക്കുന്ന ഈ കാലത്ത് ഏച്ചുകെട്ടലില്ലാതെ സിനിമയിലെ സ്വാഭാവികമായ ഒരു രംഗമാണെന്ന് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അത്തരം രംഗങ്ങളൊക്കെ. പ്രത്യേകിച്ചും ക്ലൈമാക്സ് ഒക്കെ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ആസ്വദിക്കാൻ അവസരം ഉണ്ടായേനെ എന്ന് തോന്നി. 1920കളിൽ ഇന്ത്യയിൽ തുടങ്ങി സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥകൾ ചെറുതായി അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നേരത്തെ പറഞ്ഞ കഥകളിലെ മനുഷ്യജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന രീതിയിൽ വരുത്തേണ്ട ഒന്നല്ല. തമ്പാട് ആ രീതിയിൽ പ്രേക്ഷകനെ പേടിപ്പിക്കാൻ നോക്കുന്നുമില്ല. എന്നാൽ ഇത്തരം കഥകൾ പരിചിതമായ ഒരു സംസ്കാരത്തിലേക്ക് ഇത്തരത്തിലൊരു കഥ കൂട്ടിച്ചേർക്കുമ്പോൾ ആ കഥകൾ ആദ്യമായി കേൾക്കുമ്പോൾ തോന്നിയ അതേ കൗതുകം ഇവിടെയും തോന്നാം. സിനിമയിൽ മുഴുകിയിരിക്കുമ്പോൾ ചെറുതായി ഭയം വരികയും ചെയ്യാം. അല്പനേരം ഈ കഥ ഒന്ന് വിശ്വസിക്കണമെന്ന് മാത്രം. അവിടെയാണ് സിനിമയുടെ പിന്നണിയിലുള്ളവർ വിജയിച്ചിരിക്കുന്നതും. 2024 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ സിനിമയാണ് എക്സ്ഹ്യൂമ. ലോസ് ഏഞ്ചലസിലെ ഒരു ധനിക കുടുംബത്തിൽ അമാനുഷിക സംഭവങ്ങൾ അരങ്ങേറുന്നതും അവിടുത്തെ ഓരോ തലമുറകളിലെയും ആദ്യം ജനിക്കുന്ന കുഞ്ഞിന് മാത്രമുണ്ടാകുന്ന വിചിത്ര രോഗത്തിന്റെ കാരണം തേടി പുറപ്പെടുകയാണ് മന്ത്രവാദികളായ കഥാനായകർ. ശേഷം പതിറ്റാണ്ടുകളോളം പഴക്കം ചെന്നൊരു ശവകുടീരത്തിൽ അവർ എത്തിച്ചേരുന്നു. എത്രയും വേഗം മൃതാവശിഷ്ടങ്ങൾ ദഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിലച്ചിരിക്കാതെ കടന്നുവരുന്ന സംഭവ വികാസങ്ങൾ പ്രേക്ഷക മനസ്സുകളിൽ ഒരേ സമയം ഭീതിയും ഭയവും ഉദ്യോഗവും പ്രതിഫലിപ്പിക്കുന്നു. അത്യന്തം ചടുലമായി കഥ പറഞ്ഞു പോകുന്ന ഈ ചിത്രത്തിന്റെ ആഴവും പരപ്പും എക്കാലവും ചർച്ചാ വിഷയമായി തുടരുമെന്ന് തീർച്ച. 2017 പുറത്തിറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ചിത്രമാണ് സാത്താൻ സ്ലേവ്സ്. 2017 സെപ്റ്റംബർ 28 ഇന്തോനേഷ്യൻ തെരുവുകളിൽ ഈ ചിത്രം റിലീസാവുമ്പോൾ അത് ലോകത്തെ പിടിച്ചു കുലുക്കുമെന്ന് സാക്ഷാൽ ജോക്കോ അൻവർ എന്ന സംവിധായകൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. റിലീസ് ചെയ്ത് ഇത്രയും നാളായിട്ടും ഇതിന്റെ അലയൊലികൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. ഇന്തോനേഷ്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ പണം വാരിയ ചിത്രം എന്ന ഖ്യാതിയും ഇതിനോടകം ഈ സിനിമ കരസ്ഥമാക്കി. അത്യന്തം ഭീതിതമായ അന്തരീക്ഷത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന സിനിമ ഓരോ നിമിഷവും നമ്മളിൽ ഭയത്തിന്റെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കും. അടുത്തത് എന്താകുമെന്നോർത്ത് ഹൃദയം പടപടാ മിടിക്കുന്ന ശബ്ദം ഒരു ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പിനേക്കാൾ വ്യക്തതയിൽ നിങ്ങൾക്ക് കേൾക്കാം. ടാഗ്ലൈൻ സൂചിപ്പിക്കുന്നത് പോലെ 4 കുട്ടികളിൽ തന്റെ ഇളയ മകനെ തിരിച്ചെടുക്കാൻ വരുന്ന അമ്മയുടെ കഥയാണ് പെൻകാപ്തി സെത്താൻ. 2023 ഇന്തോനേഷ്യയിൽ പുറത്തിറങ്ങിയ ഒരു ഹൊറർ സിനിമയാണ് വാക്കു മഗ്രിബ്. നമ്മൾ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിച്ചു വെക്കാറില്ലേ? ഇരുട്ട് വീണ് കഴിയുമ്പോൾ ഷെയ്ത്താൻ അല്ലെങ്കിൽ ജിൻ ഇറങ്ങുമെന്നും അവർ നമ്മളെ, പ്രത്യേകിച്ചും കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലുമെന്നുമൊക്കെ.
ഈ സിനിമയും അത്തരം ഒരു കഥാ പശ്ചാത്തലത്തിൽ നിന്നാണ് കഥ പറയുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ആ ഗ്രാമത്തിലെ 3 കുട്ടികൾ അവർ കാട്ടിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. മുസ്ലിം മതവിഭാഗത്തിലുള്ളവർ താമസിക്കുന്ന ആ ഗ്രാമത്തിൽ മഗ്രിബ് പ്രാർത്ഥന കഴിഞ്ഞ് ആരും പുറത്തിറങ്ങാറില്ല. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള ബാങ്ക് വിളി കേൾക്കുകയും കൂട്ടത്തിൽ ഒരു പെൺകുട്ടി മറ്റുള്ള 2 പേരോടും തിരികെ പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അത് കേൾക്കാൻ വിസമ്മതിക്കുന്ന 2 ആൺകുട്ടികളും അവിടെ നിന്ന് കളി തുടരുന്നു. പക്ഷേ അസാധാരണമായ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരായ സമൻ, ആദി, ആയു എന്നീ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അസാധാരണമായ സംഭവങ്ങളിലേക്കാണ് സിനിമ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തുടർന്ന് ആ ഗ്രാമത്തിൽ അരങ്ങേറുന്ന എല്ലാ സംഭവങ്ങൾക്കും 30 വർഷം മുമ്പ് നടന്ന സംഭവവുമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ജിൻ അല്ലെങ്കിൽ ഷെയ്ത്താൻ അല്ലെങ്കിൽ പിശാച് എന്ന സങ്കല്പമാണ് ഇവിടെയും കേന്ദ്ര കഥാതന്തു. അത് വൃത്തിയായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പേടിപ്പിക്കുന്ന സീനുകളേക്കാൾ ആ ഗ്രാമവും അവിടുത്തെ അന്തരീക്ഷവും നൽകുന്ന ഒരു ഹൊറർ വൈബുണ്ട്. അതാണ് മെയിൻ. സിനിമാറ്റോഗ്രഫി, BGM ഒക്കെ നന്നായിരുന്നു. വിരൂപികളായ പ്രേതങ്ങളെ ഈ സിനിമയിലും കാണാം. 1-2 സീനുകൾ ചെറിയൊരു ഞെട്ടലുണ്ടാക്കി. ആക്ടിംഗ് നോക്കിയാൽ സമൻ, ആദി, ആയു എന്നീ കഥാപാത്രങ്ങളായെത്തിയ കുട്ടികൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കർത്ത എന്ന റോളും ഇഷ്ടമായി. അവസാനം വരുന്ന ചെറിയൊരു ട്വിസ്റ്റ്, അതും എന്റെ സീനും കിടിലനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വിഷയവുമായി ഉടനെ തന്നെ കാണാം. സ്റ്റേ ട്യൂൺ.